രണ്ട് ശമൂവേൽ അധ്യായം 4. അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയത് ശൗലിന്റെ മകൻ കേട്ടപ്പോൾ അവന്റെ ധൈര്യം ക്ഷയിച്ചു ഇസ്രായേലൊക്കെയും ഭ്രമിച്ചുപോയി. എന്നാൽ ശൗലിന്റെ മകന് പടനായകന്മാരായ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തന് ബാന എന്നും മറ്റവന് രേഖാബ് എന്നും പേർ. അവൻ ബെന്യാമീനിൽ ബെരോത്യനായ രിമ്മോന്റെ പുത്രന്മാരായിരുന്നു. ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചു വരുന്നു. ബെരോത്യർ ഗിദെയീമിലേക്ക് ഓടിപ്പോയി. ഇന്നുവരെ അവിടെ പരദേശികളായി പാർക്കുന്നു. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലം മുടന്തായിട്ടൊരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെ വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഫിബോശത്ത് എന്ന് പേർ. ബേരോത്യർ രിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനിയും വെയിൽ മൂത്തപ്പോഴേക്ക് ഈശ്ബോശത്തിന്റെ വീട്ടിൽ ചെന്നെത്തി. അവൻ ഉച്ച സമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു. അവർ കോതുമ്പ് എടുപ്പാൻ വരുന്ന ഭാവത്തിൽ വീട്ടിന്റെ നടുവിൽ കടന്ന് അവനെ വയറ്റത്ത് കുത്തി. രേഖാബും സഹോദരനായ ബാനിയും ഓടിപ്പോയി കളഞ്ഞു. അവർ അകത്ത് കിടന്നപ്പോൾ അവൻ ശയനഗൃഹത്തിൽ കട്ടിലിന്മേൽ കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊന്ന് തല വെട്ടിക്കളഞ്ഞ് തലയും എടുത്ത് രാത്രി മുഴുവൻ ഹെരാബിൽ കൂടി നടന്ന് ഹെബ്രോനിലെ ദാവീദിന്റെ അടുക്കൽ ഈശ്ബോശത്തിന്റെ തല കൊണ്ടുവന്നു രാജാവിനോട്, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൗലിന്റെ മകൻ ഈശ്ബോശത്തിന്റെ തല ഇതാ എന്ന് യജമാനായ രാജാവിന് വേണ്ടി ശൗലിനോടും അവന്റെ സന്തതിയോടും യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് ബേരോത്യനായ രിമ്മോന്റെ പുത്രന്മാരായ രേഖാബിനോടും അവന്റെ സഹോദരൻ ബാനയോടും ഉത്തരം പറഞ്ഞത്, എന്റെ പ്രാണനെ സകല ആപത്തിൽ നിന്നും വീണ്ടെടുത്ത യഹോവയാണ്. ശൗൽ മരിച്ചുപോയി എന്ന് ഒരുത്തൻ എന്നെ അറിയിച്ചു. താൻ ശുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ചു സിക്ലാഗിൽ വെച്ച് കൊന്നു. ഇതായിരുന്നു ഞാൻ അവന്റെ വർത്തമാനത്തിന് വേണ്ടി അവന് കൊടുത്ത പ്രതിഫലം. എന്നാൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവന്റെ വീട്ടിൽ മെത്തയിൽ വെച്ച് കൊല ചെയ്താൽ എത്രയധികം. ഞാൻ അവന്റെ രക്തം നിങ്ങളോട് ചോദിച്ചു, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തന്റെ ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തു. അവർ അവരെ കൊന്ന് അവരുടെ കൈകാലുകൾ വെട്ടി അവരെ ഹെബ്രോനിലെ കുളത്തിനരികെ തൂക്കിക്കളഞ്ഞു. ഈശ്ബോശത്തിന്റെ തല അവർ എടുത്ത് ഹെബ്രോനിൽ അബ്നേറിന്റെ ശവക്കുഴിയിൽ അടക്കം ചെയ്തു.